നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഞെക്കാട് രാജ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമാനുഷിക ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് വിശാഖ് സാർ. കാരണം നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്റെ ഫേസ് റീഡിങ് ചെയ്തിട്ട് എന്റെ കൈ നീട്ടാൻ പറഞ്ഞു. നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറെ സമയത്തേക്ക് ഞാൻ വിറ്റ്സെന്റിലായിപ്പോയി. എന്ത് പറയണം, എന്ത് കേൾക്കണം എന്നുള്ളൊരവസ്ഥ. കാരണം പറഞ്ഞ കാര്യങ്ങൾ അത് അത്രയും അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലുമാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങേക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ് റീഡ് ചെയ്തിട്ടേ അദ്ദേഹത്തിന്റെ കൈയൊക്കെ നോക്കിയിട്ട് ഇത്രയും കൃത്യമായിട്ട് എങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞു സാർ? അത് പറയണം. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വർഷങ്ങളുള്ള നിരീക്ഷണങ്ങളായിരിക്കാം ചിലപ്പോൾ. പിന്നെ ഒരാളുടെ മുഖവും കൈയും കാണുമ്പോൾ അവർ നമ്മുടെ അടുത്തോട്ട് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രവചിക്കേണ്ട കാര്യങ്ങൾ ഇനി വരികയാണ്. നമ്മുടെ മനസ്സിൽ വന്നു, ആരോ നമ്മളെ കൊണ്ട് പറയിക്കുന്നു. അത് ശരി, നമ്മളെ കൊണ്ട് ആരോ ഇത് പറയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയും എനിക്ക് മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ ആ വഴികളിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്റെ കാര്യങ്ങൾ പ്രവചിക്കാനുള്ള ഒരു കഴിവ്. അപ്പൊ ഇതിന്റെ എവിടെയാണ് ഇതിന്റെ ഉറവിടമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിയണം, അത് നമ്മുടെ ഓഡിയൻസ് അറിയണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരാളുടെ കയ്യിൽ തൊടുമ്പോഴോ അവരൊന്ന് നിൽക്കുമ്പോഴോ ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ വരും, ഇവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് എന്ന് വരും. അപ്പൊ അത് ഞാൻ അങ്ങ് പ്രവചിക്കുന്നേ ഉള്ളൂ. അത് ശരി, ഞാനൊരു നിമിത്തമാണ്. അപ്പൊ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ് സാർ? അതായത് ഈ നമ്മളെപ്പോഴും വാർത്തകളിലല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പക്ഷിക്കൂടായിരിക്കും നമ്മൾ എല്ലാ ദിവസവും രാവിലെ കാണുന്നത്. അത് ശരി, അവരെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. ഒരു മനുഷ്യനേക്കാളും ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവര് ചെയ്യുന്ന കാര്യങ്ങൾ, അവര് രാവിലെ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളെ വിളിച്ചുണർത്തുന്നു, അവർ ആഹാരം തേടി പോകുന്നു, അവർക്ക് മനുഷ്യനെ പോലെ ഒരു വീട് ഉണ്ടാക്കണമെന്നൊരു തോന്നൽ വരും. പല സ്ഥലങ്ങളിലും പോയി കഷ്ടപ്പെട്ട് അവര് ആ ഒരു കൂട് തയ്യാറാക്കുന്നു. അടുത്ത ജനറേഷന് വേണ്ടി അവര് കാത്തുവെച്ചു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്റെ നിരീക്ഷണങ്ങൾ. സാറ് പറഞ്ഞു വരുന്നത് ഇന്ന് മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷികളിൽ നിന്ന്. തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ട് സാറ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പറയുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. അതെ, ഇത് നമ്മള് ദൈവം ചിലപ്പോൾ നമ്മളിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. അതെ, ദൈവം അങ്ങനെ തോന്നിക്കണമെങ്കിലും നമ്മളിൽ ഒരു ദിവ്യ ശക്തി നമ്മൾ അന്തർലീനമായിട്ടുണ്ടെങ്കിൽ മാത്രമേ. എനിക്ക് കഴിയുന്നില്ലല്ലോ. അല്ല, അത് നമ്മുടെ പ്രവൃത്തി ഒന്ന്. നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ ദൈവാധീനം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. നമുക്ക് പോവേണ്ടത് മുമ്പോട്ടല്ലേ. അതെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 7ാമത്തെ ഒരു സ്റ്റെപ്പിലാണ്. അതെ, എനിക്കിനി പോവേണ്ട 14ലോട്ടാണ്. പിന്നെ ഞാൻ എന്തിനാ ബിലോ ചിന്തിക്കുന്നത്? എനിക്ക് പോവേണ്ട യാത്രകളെല്ലാം മുമ്പിലോട്ടല്ലേ. അതെ അതെ. അപ്പൊ നമ്മള് നന്മകൾ ചെയ്യുന്ന അനുസരിച്ച് ദൈവം നമുക്ക് ഭാഗ്യങ്ങൾ തരും. നമ്മൾ ചെറുപ്പമായിക്കൊണ്ടിരിക്കും. അതെ, അത്രേ ഉള്ളൂ. അതെ. അപ്പോ അതിനൊരു ജനറലായിട്ട് ഞാൻ ആലോചിച്ചിട്ട്, മാൻ ഈസ് ദി പ്രൊഡ്യൂസർ ഓഫ് സർക്കംസ്റ്റാൻസസ്. മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. പക്ഷെ ആ സാഹചര്യങ്ങളും അവന്റെ സൃഷ്ടിപരമായ കാര്യങ്ങളും സാറ് ഈ കാന്തം പിടിച്ചെടുക്കുന്ന പോലെയല്ലേ സാറ് പിടിച്ചെടുക്കുന്നത് പറയുന്നത്? അതിന്റെ അതെന്താണെന്ന് അവിടെ വ്യക്തമാക്കണം. ഈ കാലഘട്ടത്തില് ആർക്കും സമയമില്ല. തീർച്ചയായും ഏറ്റവും വലുത് ആർക്കും സമയമില്ല. നമ്മുടെ അപ്പനമ്മമാര് അവര് ചെയ്ത പുണ്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖം. തീർച്ചയായും ഒന്ന്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു വളർന്നു വരുന്ന കുട്ടി, ആ കുട്ടി അച്ഛൻ അമ്മയിൽ നിന്നും അല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. ആ വീട്ടിലെ അച്ഛൻ അമ്മ എന്ന 2 വ്യക്തികൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം, അതാണ് ആ കുട്ടി പഠിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെ ജീവിതം അല്ല. അവിടുത്തെ ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ ജീവിതമാണ് ആ കുട്ടി പഠിക്കുന്നത്. അതെ, സാഹചര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യർ പല രീതിയിലായി പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പടുകുഴിയിൽ കിടക്കുന്ന ഒരാൾ, അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അതിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വയം പറയും, ഞാൻ ഉയരൂല, നിങ്ങൾ എന്നെ ഉയർത്താൻ നോക്കണ്ട. അപ്പൊ അങ്ങനെയും ഉള്ള മനുഷ്യരുണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു ദേശാടനം പോലെ അങ്ങ് നടക്കുന്ന ഒരാളാണ്. അവരെ ഉയർത്താൻ കഴിയും. നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയും നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവരെ ഉപദേശിച്ച് അവരെ ഉയർത്താൻ കഴിയും. അതൊന്ന്. രണ്ടാമത്, ഒരാൾക്കിപ്പോ
ഭാര്യ ഉണ്ടാവാം, മക്കളുണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തി സന്തോഷം കണ്ടെത്തുന്നത് മറ്റൊരിടത്തു നിന്നായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് സന്തോഷം കണ്ടെത്തുന്നത് മറ്റൊരിടത്തു നിന്നായിരിക്കും. അപ്പൊ ഇതെല്ലാം ലോകത്തിന്റെ ഒരു നിയോഗങ്ങളോ അതെ ആയിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാൻ ഈസ് ദി പ്രൊഡ്യൂസർ ഓഫ് സർക്കംസ്റ്റാൻസസ്. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ, അദ്ദേഹം ഇപ്പം ഈ ഭൂമിയിലില്ല, ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്. നമ്മൾ എത്ര ഉയർന്നാലും എത്ര പുരസ്കാരങ്ങൾ നമ്മളെ തേടിയെത്തിയാലും നമ്മൾ എപ്പോഴും ചെറിയവനായിക്കൊണ്ടിരിക്കണം. അത് അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു വാക്ക് ഞാൻ എന്നും ഓർക്കാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉയർച്ചകളിൽ നമ്മളെ ഒത്തിരി പേര് അധിക്ഷേപിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ചില മനുഷ്യർ എവിടെയൊക്കെ അലഞ്ഞാലും എവിടെയൊക്കെ സഞ്ചരിച്ചാലും അവർക്ക് തണൽ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്തായിരിക്കും വരും. അത് ഒരു പ്രപഞ്ച സത്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആരാധനാലയം എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അമ്പലങ്ങളോ പള്ളികളോ ചർച്ചുകളോ ഒന്നുമല്ല, ആശുപത്രികളാണ്. അവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല. ആശുപത്രികളാണ് ഏറ്റവും വലിയ ആരാധനാലയം എന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവരും തുല്യരാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, എന്റെ കാഴ്ചപ്പാടിലാണ് ഞാനിത് പറയുന്നത്. നമ്മളിപ്പോ സംസാരിച്ചു വന്നതിൽ നിന്നും കൂടുതലായിട്ട് അങ്ങയെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങേക്ക് കൊടുക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഒരാളൊരു സഹായം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ആലോചിക്കണം, ഇദ്ദേഹം ഇതിന് അർഹനാണോ. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക. അവര് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, പക്ഷെ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അവര് നമ്മളെ ഒന്ന് ഓർത്താൽ മതി വല്ലപ്പോഴിരിക്കും. അപ്പൊ ഞാൻ എന്നെ കാണാൻ വരുന്ന ഒരു വ്യക്തിയോട് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്റെ പ്രവചനങ്ങളോ നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്യുക, ചിന്തിക്കുക. ഇങ്ങനെ ഒരാൾ സംസാരിച്ചു, ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട്. ഫൈനൽ ഡിസിഷൻ നിങ്ങളുടേതായിരിക്കണം. ശരിയാണ്, സാർ പറഞ്ഞ കാര്യമാണ്. നമുക്ക് പിന്നെ ആരെയും പറഞ്ഞ് നന്നാക്കാൻ കഴിയില്ല, അവർ സ്വയം ചിന്തിച്ച് തീരുമാനമെടുത്ത് നന്നാവണം. ഇത്രയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മുടെ പബ്ലിക്കിന് വേണ്ടി നൽകിയ അങ്ങേക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് സാർ.